നമ്മുടെ തേർഡ് സെഷൻ നമുക്ക് ചെയ്യുന്നത് ഡോക്ടർ നീതു ഇസ്മായിൽ, ഇവിടുത്തെ HR ഡിപ്പാർട്ട്മെന്റിലെ അസിസ്റ്റന്റ് പ്രൊഫസർ. ഷി ഹാസ് കംപ്ലീറ്റഡ് ബിടെക്, MBA ആൻഡ് PhD. സോ മാമും നമ്മുടെ പബ്ലിക്കേഷൻസ് റിസർച്ചിൽ നമ്മുടെ ലാംഗ്വേജിൽ പറഞ്ഞു കഴിഞ്ഞാൽ കൂടിയാണ് അതിനകത്തോടെ ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മുടെ വിഷൻ മാമിന്റെ കൂടെയുള്ള ശിഷ്യയാണ്. സോ യു ക്യാൻ ഗസ് how it is. അപ്പോൾ മാം ഒരു AI ടൂൾ വെച്ചിട്ടാണ് ചെയ്തത്. അല്ലെങ്കിൽ നമ്മുടെ ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ടായിരുന്നു, അത് ലാപ്പിൽ ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റുന്ന ഇൻസ്റ്റാൾ ചെയ്യുക. ഇപ്പൊ ഈ റൈറ്റ് സൈഡിൽ ഇരിക്കുന്ന എന്റെ റൈറ്റ് സൈഡ്, ഈ സൈഡിൽ ഇരിക്കുന്ന ആൾക്കാർ CLR 107A ആയിട്ട് കയറുക, ഈ വശത്തുള്ള ആൾക്കാർ Bയിൽ കയറുക, അല്ലെങ്കിൽ അത് ഇതാവും. അപ്പോ വെൽക്കം മാം. സോ അത് എങ്ങനെ നമുക്ക് അതിനെ ഒരു യൂസ്ഫുൾ രീതിയിലോട്ട് കൊണ്ടുവരാം എന്നുള്ളതാണ് ടാസ്ക്. ഓക്കെ, സോ ദാറ്റ് എക്സാക്ട്ലി ഈസ് ഡാറ്റ മൈനിങ്. നമുക്ക് ഉള്ള ആ കുറെ ഡാറ്റയിൽ ഹൗ വി ക്യാൻ എന്താ പറയുക യൂസ്ഫുൾ രീതിയിലോട്ട് അതിനെ കൊണ്ടുവരാം. സോ ദാറ്റ് നമുക്ക് അതിൽ നിന്ന് കുറച്ച് ഇൻസൈറ്റ്സ് കിട്ടാൻ വേണ്ടിയാണ് ഇത് ചെയ്യുന്നത്. സോ ഡാറ്റ മൈനിങ് ചെയ്യാനായിട്ട് കുറെ പെയ്ഡ് വേർഷൻസ്, ഒരു ടൂൾസ്, സോഫ്റ്റ്വെയർസും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഇത് എന്ന് പറയുന്നത് ഓപ്പൺ സോഫ്റ്റ്വെയർ. Okay, open source software ആണ്, so we don't have to pay anything. അപ്പം ഇത് നമുക്ക് next. So this is done. So maybe പറഞ്ഞ mountains of data നമുക്ക് ഉണ്ടാകും. അതിൽ ആവശ്യമുള്ള ഇൻഫർമേഷൻ എടുക്കണേനാണ് ഡാറ്റ മൈനിങ് എന്ന് പറയുന്നത്. സോ അതിന്റെ 4 സ്റ്റേജസ് എന്താണ്? നമുക്ക് ഡാറ്റ ഉണ്ടാവും, ഓൾറെഡി നമ്മുടെ കുറെ ഡാറ്റ ഉണ്ടെങ്കിൽ അത് കളക്ട് ചെയ്യുക. കളക്ട് ചെയ്തെങ്കിൽ വി ഹാവ് ടു പ്രിപ്പയർ. ഈ പറഞ്ഞാൽ ഇനി അൺവാണ്ടഡ് ഡാറ്റ ഉണ്ടോ അല്ലെങ്കിൽ മിസ്സിംഗ് ഡാറ്റ ഉണ്ടോ അതൊക്കെ റിമൂവ് ചെയ്യണം. വി നീഡ് ടു പ്രിപ്പയർ. പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞിട്ട് അതിൽ നിന്ന് നമ്മൾ ഇൻസൈറ്റ്സ് കിട്ടാൻ വേണ്ടി മൈൻ ചെയ്യും. ഓക്കെ, ദാറ്റ്സ് എ നോർമൽ പ്രൊസീജിയർ. സോ ഇവിടെ ഇപ്പോൾ നോക്കിയാൽ ഡാറ്റ മൈനിങ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്സ് യൂസ് ചെയ്യും. ഓക്കെ, സ്റ്റാറ്റിസ്റ്റിക്സും പിന്നെ മെഷീൻ ലേണിംഗും ഡാറ്റാബേസ് സിസ്റ്റംസും യൂസ് ചെയ്യും. സോ മെഷീൻ ലേണിംഗ് എന്ന് പറയുന്നത് രണ്ട് തരത്തിൽ നമുക്ക് പറയാം. ഒന്ന് എന്ന് പറയുന്നത് stock market, predict how is the usual trend going on. That's why we supervised learning.
സിസ്റ്റത്തിന് വെറുതെ കുറെ ഇൻഫർമേഷൻ കൊടുക്കുകയാണ്. എന്നിട്ട് അവർ അതിൽ നിന്ന് ഫിഗർ ഔട്ട് ചെയ്യണം എന്താണ് ഞാൻ ചെയ്യേണ്ടത്. അവർക്കൊരു സൂപ്പർവിഷനും ഇല്ല. ഓക്കെ, അപ്പൊ ഡാറ്റ മൈനിങ്ങിൽ പറയുന്ന രണ്ട് കൺസെപ്റ്റും യൂസ് ചെയ്യാൻ പറ്റും. എങ്ങനെയാണെന്ന് വെച്ചാൽ ഫസ്റ്റ് നമുക്ക് കുറെ ഡേറ്റ ഉണ്ടാവും. ഇറ്റ് ഈസ് ഓൾ ഇൻ എ മെസ്. ഇതിനെ നമ്മൾ ഒരു ഓർഗനൈസ്ഡ് ഫോമിൽ കൊണ്ടുവരും. Okay, so initially to bring this into organized form, what kind of machine learning are we using? Unsupervised, because we are giving just simply a lot of data and asking them avarodu figure out cheyan vendi parayum. adine organize cheyidu konduvaran nammal machine nodu parayum. appo adu unsupervised category aanu. പിന്നെ അത് കഴിയുമ്പോൾ ഇത് ഓർഗനൈസ്ഡ് ആയി കഴിയുമ്പോൾ നമ്മൾ we go for supervised learning. ഓർഗനൈസ്ഡ് ആയി കഴിഞ്ഞാൽ എന്ത് എങ്ങനെ ഹാൻഡിൽ ചെയ്യണം നമ്മൾ ഇതിനെ പറയുന്നത് ഡാറ്റ ലേബിൾസ് ആണ്. സൂപ്പർവൈസ്ഡ് മെഷീൻ ലേണിംഗിൽ ഡാറ്റയ്ക്ക് ലേബിൾസ് ഉണ്ട്. പക്ഷെ അൺസൂപ്പർവൈസ്ഡിൽ നമുക്ക് ഈ പറയുന്ന ഡാറ്റ ലേബിൾസ് ഇല്ല. സോ ഇനീഷ്യലി ഈ പറയുന്ന ഡാറ്റയെ ഓർഗനൈസ് ചെയ്ത് നമ്മൾ ആ ഡാറ്റയെ ലേബിൾഡ് ഫോമിലോട്ട് കൊണ്ടുവന്ന് കഴിയുമ്പോൾ we can go for supervised machine learning. Okay, clear? So we are using both the concepts of it. So first we go for unsupervised machine learning, where we are giving a lot of data to the machine. എന്നിട്ട് അവരോട് ഒന്ന് ക്ലസ്റ്റർ ചെയ്തൊക്കെ തരാൻ പറയും. എന്നിട്ട് അതുമായി നമ്മൾ വർക്ക് ചെയ്തിട്ട് predict what is going to happen. Okay, clear അല്ലേ? So this is a free open source data mining machine learning tool ആണ് ഈ പറയുന്ന Orange 3. ആരെങ്കിലും Orange 3 ഇതൊന്ന് വർക്ക് ചെയ്തിട്ടുണ്ടോ? Orange 3 വർക്ക് ചെയ്തിട്ടുണ്ടോ ചോദിക്കില്ല, ജസ്റ്റ് ക്യൂരിയോസിറ്റി. ഓക്കെ, ബിക്കോസ് കാരണം ഇറ്റ്സ് ഭയങ്കര സിമ്പിൾ ആണ്. നമ്മുടെ ആവശ്യമുള്ള സാധനങ്ങൾ ക്യാൻവാസിലോട്ട് ജസ്റ്റ് ഡ്രാഗ് ചെയ്ത് ഡ്രോപ്പ് ചെയ്തിട്ട് നമുക്ക് ആവശ്യമുള്ള ഫങ്ഷൻസ് ചെയ്യിപ്പിക്കാം. ഇറ്റ്സ് വെരി യൂസർ ഫ്രണ്ട്ലി. നമുക്ക് ഞാൻ പൈത്തൺ ഡൗൺലോഡ് ചെയ്യാൻ പറയാൻ കാര്യം എന്താണെന്ന് വെച്ചാൽ Orange 3 ഫങ്ഷൻ ചെയ്യണമെങ്കിൽ പൈത്തൺ വേണം. കുറെ സ്ക്രിപ്റ്റ്സും കാര്യങ്ങളും സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയാണ് പൈത്തൺ ആവശ്യമുള്ളത്. അല്ലാണ്ട് കോഡിംഗ് ഒന്നും ഇല്ല. ഓറഞ്ചിന്റെ ഡൗൺലോഡ് കംപ്ലീറ്റ് ആവണമെങ്കിൽ ഇനിയും പൈത്തൺ. അതുകൊണ്ട് മാത്രം പറഞ്ഞു ഇത് ഭയങ്കര യൂസർ ഫ്രണ്ട്ലി ആണ്. നമുക്ക് ആവശ്യമുള്ള ഫങ്ഷൻസ് ഒക്കെ ചെയ്ത് ജസ്റ്റ് ലൈക്ക് നമ്മളൊരു ഗെയിം കളിക്കണ പോലെ തോന്നും കുറച്ച്. ഓക്കെ, സോ ഫസ്റ്റ് വി ഹാവ് ടു നമ്മൾ അതിനെ നമുക്ക് ഡാറ്റ ഇമ്പോർട്ട് ചെയ്യണം, അതിനെ ക്ലീൻ ചെയ്യണം. ക്ലീൻ ചെയ്തിട്ട് നമുക്ക് അതിനെ മോഡൽസ് ആയിട്ട് ഉണ്ടാക്കാം. പിന്നെ അത് കറക്റ്റ് ആണെന്ന് നമുക്ക് വിഷ്വലൈസ് ചെയ്ത് കാണാം. CLR one side of the CLR 107B at the rate of SMS. Okay, this is the rate of file. ഞാൻ അയച്ചുന്ന ഫയൽ ഒന്ന് ഓപ്പൺ ചെയ്യാം. അപ്പോൾ അതിലാണ് ജസ്റ്റ് ഇത് നമ്മൾ ക്ലിക്ക് ചെയ്യാം. വലിച്ചു കൊണ്ടുവന്ന് ആ ക്യാൻവാസിലോട്ട് ഇടാം. ഓക്കെ, ഡബിൾ ക്ലിക്ക് ഓൺ ഫയൽ, സോ യു ഗെറ്റ് ദിസ്. അത് കിട്ടിക്കഴിയുമ്പോൾ നമുക്ക്
107B. ഒന്നും ക്യാപ്സില്ല 107B B ചെയ്യാൻ പോകണം. അപ്പൊ ആരൊക്കെ ലീവ് ചെയ്തു, ആരൊക്കെ ലീവ് ചെയ്തിട്ടില്ല, ഇനി ആരൊക്കെ ലീവ്
പ്രോബബിലിറ്റി. ഓക്കെ, നീ അപ്പൊ നമുക്ക് ആ ഡീറ്റെയിൽസ് കിട്ടുന്നതുകൊണ്ട് നമുക്ക് എന്താ ഗുണം? ഫസ്റ്റ് ഓഫ് ഓൾ ആരൊക്കെ ലീവ് ചെയ്ത് എന്ത് കാറ്റഗറി ആൾക്കാരാണ് ലീവ് ചെയ്തത് നമുക്ക് ചിലപ്പോൾ അതിൽ നിന്ന് ഒരു ഇൻസൈറ്റ് കിട്ടിയേക്കാം. അപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ജോബിന്റെ നമ്മൾ നോക്കിയാണെങ്കിൽ കമ്പനീസിൽ നമ്മൾ എടുത്ത് നോക്കിയാണെങ്കിൽ കുറേ കൂടി യങ്ങർ ജനറേഷൻ ആയിരിക്കും ലീവ് ചെയ്യണം. അപ്പൊ അങ്ങനെയൊക്കെ നമുക്ക് മനസ്സിലാവും ഓക്കെ അതെല്ലാവരും സംഭവിക്കുന്ന ഒരു കാര്യമാണ്, അടുത്ത ചാൻസ് പോകും. പക്ഷെ അതല്ല ഒരാളുടെ കരിയറിൽ ഒരു എസ്റ്റാബ്ലിഷ്മെന്റ് സ്റ്റേജിൽ ഉള്ള ആൾക്കാർ ലീവ് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമുക്ക് ചിലപ്പോൾ തോന്നുന്നു എന്തോ ഒരു കുഴപ്പമുണ്ട്. മറ്റേത് പിന്നെ നമുക്കറിയാം അങ്ങനെ ചെയ്യുന്ന ആൾക്കാർക്ക്. അപ്പൊ ചിലപ്പോൾ നമുക്ക് അന്ന് വർക്കൗട്ട് എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. സിമിലർലി ഇതിലും നമ്മൾ അതന്നെയാണ് ചെയ്യാൻ നോക്കാം. എന്താണ് നമ്മുടെ ഡാറ്റയുടെ അവസ്ഥ, അത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അതാണ് നോക്കാം. അപ്പൊ ഈ പറഞ്ഞ ചേൺ എന്ന് പറയുന്ന കോളത്തിനെ നമ്മൾ ടാർഗറ്റ് വേരിയബിൾ ആകും. ബാക്കിലേക്ക് ഐ കുഡ് നോട്ട് ഓപ്പൺ ദാറ്റ് ഫയലിൽ പോയിട്ട് ഫയലിൽ ഇവിടെ ഫയലിൽ ഏറ്റവും മുകളിൽ ഫയൽ ഓക്കെ ഡബിൾ ക്ലിക്ക് ചെയ്യാം. ഓക്കെ ഡബിൾ ക്ലിക്ക് ചെയ്തിട്ട് ഈ ഫയൽ ഓപ്പൺ ചെയ്യാം. ഡബിൾ ക്ലിക്ക് ഓൺ ഫയൽ ഒക്കെ എന്നിട്ട് ഇവിടെ ബ്രൗസ് ഓപ്ഷൻ ഉണ്ട്, അതിൽ നിന്ന് എടുത്താൽ മതി. ഐ ഹാഡ് സെൻഡ് CSV ഫയൽ ഓക്കെ. അപ്പൊ ഇനി നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാൽ നെക്സ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് സെലക്ട് കോളം ആണ്. ഓക്കെ, സോ ഏത് കോളത്തിന്റെ ബേസിസിലാണ് നമ്മൾ നെക്സ്റ്റ് ഫുൾ പ്രൊസീജിയർ ചെയ്യാൻ പോണത്? ചേൺ എന്ന് പറഞ്ഞൊരു കോളം ഉണ്ട്, അതിന്റെ ബേസിസിലാണ് നമ്മൾ മൂവ് ചെയ്യാൻ പോണത്. ഓക്കെ, സോ അത് ഏതിൽ വരുന്നതാ മാം? ട്രാൻസ്ഫോം, വിഷ്വലൈസ്, മോഡൽ? ട്രാൻസ്ഫോം ആണ് ആദ്യം ക്ലിക്ക് ചെയ്യുന്നത്. ട്രാൻസ്ഫോം ക്ലിക്ക് ചെയ്യുമ്പോൾ കുറെ ഓപ്ഷൻസ് വരും അതിൽ. എന്നിട്ട് ഈ പറഞ്ഞ സെലക്ട് കോളം ഞെക്കാം. ട്രാൻസ്ഫോം കഴിഞ്ഞിട്ട് സെലക്ട് കോളം. ഓക്കെ, ഡബിൾ ക്ലിക്ക് ചെയ്യുമ്പോൾ സെലക്ട് കോളംസ് വരും. എന്നിട്ട് ഇവിടെ നിന്ന് നേരെ പുൾ ചെയ്ത് ഒരു ആരോ ഇതിലോട്ട് കണക്ട് ചെയ്യാം. ഞാൻ പറയാം ഇത് ഇവിടെ വരെ ഓക്കെ. പിന്നെ ട്രാൻസ്ഫോം സെലക്ട് കോളം ചെയ്യാം. സെലക്ട് കോളത്തിൽ ഡബിൾ ക്ലിക്ക് ചെയ്താൽ മതി. അത് കഴിഞ്ഞിട്ട് സെലക്ട് കോളം എന്നിട്ട് സെലക്ട് കോളത്തിൽ നിന്ന് നേരെ വലിച്ച് ഇതിലോട്ട് ഒരു കണക്ഷൻ കൊടുത്താൽ മതി. സോ ദാറ്റ് വിൽ ഗെറ്റ് കണക്റ്റഡ്. സോ ദിസ് ഇസ് ഇത് ഇങ്ങനെ ഇത് മൊത്തം ഈ പറഞ്ഞ ഓറഞ്ച് ട്രീ ഓപ്പറേറ്റ് ചെയ്യണം. നമുക്ക് ഏത് ഡാറ്റ ഫയലാണോ വേണ്ടത് എന്നിട്ട് ഏത് ഫംഗ്ഷനാണോ വേണ്ടത് ജസ്റ്റ് കണക്ട് ചെയ്താൽ മതി. അപ്പൊ ആ പറയുന്ന ഓപ്പറേഷൻ ആ ഡാറ്റയമ്മ ചെയ്യും അവർ. ഓക്കെ, സെലക്ട് കോളം ഞാൻ ചെയ്ത് കഴിഞ്ഞിട്ട് ഈ സെലക്ട് കോളം ചെയ്യുന്നത് ആ കോളത്തിൽ ഡേറ്റ എടുക്കാൻ വേണ്ടിയിട്ടാണ്. അല്ല, സെലക്ട് കോളത്തിന്റെ ഉള്ളിൽ നമ്മൾ എന്നിട്ട് ചേൺ എന്ന് പറഞ്ഞത് ടാർഗറ്റ് വേരിയബിൾ ആക്കും. ഈ ഫയലിൽ നിന്ന് ഡേറ്റ എടുത്തിട്ട് ആ കോളത്തിൽ കൊണ്ടുവരാനാണ്. ഇവിടെ നമ്മളിപ്പോൾ ഒരു കണക്ഷൻ സെറ്റ് ചെയ്തു. ഇനി സെലക്ട് കോളത്തിൽ ഞാൻ അതിൻ്റെ ഉള്ളിലുള്ളത് കാണിച്ചു തരാം ചെയ്യുന്നത്. ഓക്കെ, കുറച്ച് കഴിയുമ്പോൾ എനിക്ക് ഞാനെൻ്റെ ഫോൺ അടിക്കുന്ന പ്രവീൺ കമൽ സാർ
ചിലപ്പോൾ ശരിയാവുമായിരിക്കും. വന്നോ? അതെങ്ങനെയാ മാം? ആ സെലക്ട് കോളം ഡബിൾ ക്ലിക്ക് ചെയ്തോ? ഇപ്പൊ എന്താ ചെയ്തത്? സെലക്ട് കോളത്തിൽ ഡബിൾ ക്ലിക്ക് ചെയ്യും. അത് അതിന് ടാർഗറ്റിൽ ഡിസ്ചേൺ ചെയ്യണം. അതെങ്ങനെയാന്ന് വെച്ചാൽ നിങ്ങൾക്ക് എല്ലാവർക്കും ടീച്ചേഴ്സിന് ഡിസ്ചേൺ നമ്പർ അടച്ചിടാം. സോ അതിനെ ക്ലിക്ക് ചെയ്തിട്ട് ഇങ്ങോട്ടേക്ക് ഇടണം. അല്ലെങ്കിൽ ക്ലിക്ക് ചെയ്യാൻ കൂടി രൂപ ടാർഗറ്റിലോട്ട് ഇടണം. അങ്ങനെയാണ് അത് വരണം. ഡയറക്റ്റ് വെച്ചിട്ട് നോക്കാം. മാം ഡയറക്റ്റ് താഴത്തേക്ക് ഇടാമോ? അല്ല അവിടെ പോയിട്ട് ഇങ്ങോട്ട് കൊണ്ടുവരുന്നത് എന്തിനാ ചോദിച്ചു. പ്രോസസ്സ് ഫോളോ Okay, is chat having variable? Yes. Okay. So, അത് കഴിഞ്ഞു. Okay. Next എന്താ വേണ്ടത്? വന്നോ? നെക്സ്റ്റ് ഫംഗ്ഷൻ പറയുന്നത് ഇംപ്യൂട്ട് ആണ്. ഇപ്പൊ നമുക്ക് എല്ലാവർക്കും ഉണ്ടാകുന്ന പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഡാറ്റ കളക്ട് ചെയ്യുമ്പോൾ നമ്മൾ ചിലപ്പോൾ ഈ പറഞ്ഞ ഗൂഗിൾ ഫോം അല്ലെങ്കിൽ മാനുവലി കളക്ട് ചെയ്യുമ്പോൾ ചില ഡാറ്റ പോയിന്റ്സ് ഉണ്ടാവില്ല, ആൾക്കാർ ഫില്ല് ചെയ്യൂല. സോ എം ടി സ്പേസസ് ഉണ്ടാവും. അതിന് വേണ്ടിയാണ് ഇംപ്യൂട്ട് ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നത്. ഇപ്പൊ ഞാൻ തന്നിരുന്ന ഡാറ്റ സെറ്റിൽ എല്ലാം ഉണ്ട്, ബട്ട് എന്നാലും അതൊന്ന് നമുക്ക് ചെയ്ത് നോക്കാം എങ്ങനെയാണ്. ഓക്കെ, സോ അഗൈൻ ഇത് എടുക്കാം. ഇംപ്യൂട്ട് എന്ന് പറയുന്ന ഫംഗ്ഷൻ ഉണ്ടാവും. ട്രാൻസ്ഫോമിൽ ഇംപ്യൂട്ട് ഡബിൾ ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് അഗൈൻ അതിനെ കണക്ട് ചെയ്യാം. ഏതിലോട്ട്? സെലക്ട് കോളത്തിലോട്ട് കണക്ട് ചെയ്യാം. എന്നിട്ട് ഇംപ്യൂട്ട് പിന്നെ ഡബിൾ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് കാണാം ഓപ്ഷൻസ് ഉണ്ട്. നമ്മളോട് ചോദിക്കാൻ എങ്ങനെ വേണം, ഞാൻ എങ്ങനെ ഫിൽ ചെയ്യണം, ആവറേജ് എടുത്താൽ മതിയോ? ഇപ്പൊ ഡാറ്റ ഇല്ലാത്തതുകൊണ്ട് ആവറേജ് വാല്യൂ എടുത്തിട്ട് ഫില്ല് ചെയ്താൽ മതിയോ, അല്ലെങ്കിൽ മോസ്റ്റ് റിക്കറിംഗ് വാല്യൂ ഇട്ടാൽ മതിയോ, നമ്മളോടാണ് ചോദിക്കുന്നത്. സോ ആവറേജ് എടുക്കുകയാണെങ്കിൽ അത് എടുക്കാം, അല്ലെങ്കിൽ റാൻഡം വാല്യൂസ് അല്ലെങ്കിൽ മോഡൽ ബേസ്ഡ് എടുക്കുക. അവർക്ക് കറക്റ്റ് ആണെന്ന് തോന്നുന്നത് ഇട്ടാൽ മതി. സോ വി ക്യാൻ ചൂസ് എൻ ഓപ്ഷൻ. സോ യു ക്യാൻ ക്ലിക്ക് ആവറേജ് ഓർ മോസ്റ്റ് ഫ്രീക്വന്റ്. അതാണ് ഏറ്റവും ഒരു സേഫസ്റ്റ് ബെറ്റ് യൂഷ്വലി. ഓക്കെ, സോ അത് ക്ലിക്ക് ചെയ്യാം. മാം ഇൻപുട്ട് വെച്ചിട്ട് കണക്ഷൻ കൊടുക്കണം. കണക്ഷൻ കൊടുക്കണം. ഏതായിട്ട്? സെലക്ട് കോളം ആയിട്ട്. സെലക്ട് കോളം ആയിട്ട്. എന്നിട്ട് ഇൻപുട്ട് ഡബിൾ ക്ലിക്ക് ചെയ്യണം. അപ്പൊ ഈ പേജ് വരും. ഇത് ക്ലിക്ക് ചെയ്താൽ മതി. ആവറേജ് മോസ്റ്റ് ഫ്രീക്വന്റ്. സോ അത് ഇപ്പൊ ഈ എപ്പോഴും നിങ്ങൾക്ക് ഈ ചെയ്യുന്ന ഓപ്പറേഷൻസിന്റെ ഔട്ട്പുട്ട് കാണണമെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്താൽ മതി. ഇത് ക്ലിക്ക് ചെയ്യുമ്പോൾ എങ്ങനെയാണ് നമ്മുടെ ഡാറ്റ. അപ്പൊ ഇപ്പൊ ഇതിലിപ്പോ നമുക്ക് എല്ലാം ഡാറ്റ ഓൾറെഡി ഉണ്ടായാലും ചേഞ്ചസ് ഒന്നും കാണാൻ പറ്റില്ല, അല്ലെങ്കിൽ ഒരു ചേഞ്ച് ഉണ്ടായിരുന്നേ ഇല്ലാത്ത ഡാറ്റയിൽ മോസ്റ്റ് ഫ്രീക്വന്റ് അല്ലെങ്കിൽ ആവറേജ് വാല്യൂ അവർ ഫില്ല് ചെയ്ത് പോയത്. ഓക്കെ, സോ ദാറ്റ് ഈസ് ഇംപ്യൂട്ട് ഫംഗ്ഷൻ. നെക്സ്റ്റ് നമ്മൾ അപ്പൊ ഈ ഫില്ല് ചെയ്യാത്ത സ്ഥലം
ഫിൽ ചെയ്ത് പോകാനാണോ വിത്ത് യൂസിങ് ദ ആവറേജ് വാല്യൂ ഇൻ ദാറ്റ് ഡേറ്റ സെറ്റ്? അത് ഏത് കോളായാലും ഇപ്പൊ ഏജ് ആയിക്കോട്ടെ അല്ലെങ്കിൽ എന്തും ഇപ്പൊ ഇസ്റ്റേണിന്റെ വേരിയബിൾ തന്നെ കുറെ ആൾക്കാർ പോയിട്ടുണ്ടെങ്കിൽ അത് 0 ആയിട്ട് അവിടെ നമുക്ക് ആവറേജ് ഇടാൻ പറ്റില്ലല്ലോ. ഇറ്റ്സ് ഐദർ 1 or 0. അപ്പൊ മോസ്റ്റ് ഫ്രീക്വന്റ് ആയിട്ടുള്ള വാല്യൂ അപ്പൊ നമുക്ക് ഒരു ഫുള്ളി ഫിൽഡ് ഡേറ്റ കിട്ടും. അങ്ങനെയാണ്. അത് നമുക്കിപ്പോ വേറെ സ്പേസസിൽ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണെങ്കിൽ ഇതിലോട്ട് ഇട്ടിട്ട് നമുക്ക് ഈ ഡാറ്റ ഫിൽ ചെയ്യിപ്പിച്ചിട്ട് എടുക്കാം. ബിക്കോസ് അതൊക്കെ നമുക്കൊരു കൺസേൺ ആണ്. ചെക്ക് ചെയ്യും മൊത്തം. നെക്സ്റ്റ് നമ്മുടെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഓക്കെ നെക്സ്റ്റ് എന്ന് പറയുന്നത് കണ്ടിന്യൂസ് എന്ന് പറഞ്ഞൊരു സ്റ്റെപ്പാണ് നെക്സ്റ്റ്. ദാറ്റ് ഇസ് ഇപ്പൊ ജെൻഡർ നോക്കിയാണെങ്കിൽ മെയിൽ ഫീമെയിൽ എന്ന് പറഞ്ഞാണ് കിടക്കുന്നത്. അപ്പൊ നമ്മൾ എപ്പോഴും ഓപ്പറേഷൻസ് ചെയ്യണമെങ്കിൽ 0 or 1 വേണം അല്ലേ? സോ അതിന് വേണ്ടിയാണ് കണ്ടിന്യൂസ് ചെയ്യുന്നത്. ഓൾറെഡി ഫിൽ ചെയ്ത ഡേറ്റയാണ്. ഫിൽ ചെയ്യാത്ത കോളംസ് ഉണ്ടെങ്കിൽ ഓൾറെഡി ഫിൽ ചെയ്തിട്ടുള്ള നമ്പേഴ്സ് ഉണ്ടാവില്ല. അതൊരു ആവറേജ് ഇട്ട് ബാക്കി നമുക്ക് ഫില്ലാകും. മീൻസ് ഇറ്റ്സ് എ കംപ്ലീറ്റ് ഫിൽഡ് ഡേറ്റ സെറ്റ്.
ഇവിടെയാണ് കണക്ട് ചെയ്യേണ്ടത്. അപ്പൊ ഇപ്പൊ ഇൻക്ലൂഡ് ചെയ്ത ഡാറ്റയിലോട്ടാണ് നമ്മൾ നെക്സ്റ്റ് ഇത് കണക്ട് ചെയ്യേണ്ടത്. കണക്ഷന്റെ ഡയറക്ഷൻ പ്രശ്നമാണ്. അതിൽ ആര് കാണിക്കണില്ല. സോ ജസ്റ്റ് ഷോയിങ് ആസ് എ ലൈൻ സെഗ്മെന്റ്. കണ്ടിന്യൂസിൽ ചെയ്യേണ്ടത് പ്ലാറ്റ്ഫോമിന്റെ ഉള്ളിലല്ലേ ജെൻഡർ ക്ലിക്ക് ചെയ്യാം. വൺ ഹോട്ട് എൻകോഡിംഗ് എന്ന് പറഞ്ഞത് ഓക്കെ. ജെൻഡർ ഇവിടെ ഇടാം. എന്നിട്ട് ഈ പറഞ്ഞ വൺ ഹോട്ട് എൻകോഡിംഗ് ചെയ്യാം. സോ ഇങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ ഇതിൽ 2 കോളം ജനറേറ്റ് ചെയ്യും. ദാറ്റ് ഈസ് നമ്മൾ ഇനി ഔട്ട്പുട്ട് എടുത്ത് നോക്കുമ്പോൾ കാണാം മെയിൽ ഫീമെയിൽ എന്ന് പറഞ്ഞ് 2 എണ്ണം ജനറേറ്റ് ചെയ്യും. സോ ഇഫ് ദാറ്റ് പേഴ്സൺ ഇസ് എ മെയിൽ ഇവിടെ 1 ഇവിടെ 0. സോ നമ്മൾ യൂഷ്വലി നമ്മുടെ സ്പേസസിലെ നമുക്ക് ഒരു കോളല്ലേ ഉണ്ടാവും. സോ we say okay male is equal to maybe 1, female is equal to 0, vice versa. Okay, നമുക്ക് ഒറ്റ കോളം ഉണ്ടാവും. പക്ഷേ ഇവിടെ 2 സെപ്പറേറ്റ് കോളം ആയിട്ട് അവിടെ ജനറേറ്റ് ചെയ്യും. അത് അതിന്റെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള വാല്യൂസ് ആണ്. ഇൻക്ലൂഡ് ചെയ്തതിലോട്ട് കണക്ട് ചെയ്യും. ഓക്കെ, സോ ഇങ്ങനെ കിട്ടുന്നു. ഇപ്പൊ ഔട്ട്പുട്ട് എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് കാണാം 2 കോളം വന്നിട്ടുണ്ടാവും. ജെൻഡർ ഫീമെയിൽ, ഫീമെയിൽ ആയാലും 1 ഇപ്പുറത്ത് 0, അങ്ങനെ 2 എണ്ണമായിട്ട് ജനറേറ്റ് ചെയ്യും. ഇനീഷ്യലി നമ്മുടെ ഫയലിൽ അങ്ങനെ ഉണ്ടായിരുന്നില്ല, ഒറ്റ കോളമായിരുന്നു. അതേതാണ് വൺ ഹോട്ട് എൻകോഡിംഗ്. വൺ ഹോട്ട് എൻകോഡിംഗ് പറഞ്ഞ് ക്ലിക്ക് ചെയ്താൽ സോ ഓട്ടോമാറ്റിക്കലി മെയിൽ ആൻഡ് ഫീമെയിൽ എന്ന് പറഞ്ഞ 2 കോളം വരും. വന്നോ ആ ഔട്ട്പുട്ട് എടുത്ത് ഇങ്ങനെ നോക്കുകയാണെങ്കിൽ പക്ഷേ ആ ട്രാൻസ്ഫോമിൽ കണ്ടിന്യൂസ് ഉണ്ടല്ലോ, കണ്ടിന്യൂസ് എന്ന് പറഞ്ഞില്ല അത് ഇൻക്ലൂഡ് എടുത്തിട്ട് എന്നിട്ട് അത് ഡബിൾ ക്ലിക്ക് ചെയ്യും ആ കണ്ടിന്യൂസ്. എന്നിട്ട് ഈ ജെൻഡറിൻ്റെ അവിടെ വന്നിട്ട് വൺ ഹോട്ട് എൻകോഡിംഗ് റൈറ്റ് സൈഡിൽ ജെൻഡർ വന്നില്ലേ അത് ശേഷം കണക്ഷൻ ഉണ്ടെങ്കിൽ അല്ല അപ്പോൾ ഇതിപ്പോൾ എന്ത് ചെയ്യണം ചെയ്യാനാവും.
convert ചെയ്ത് 10 അല്ലെങ്കിൽ മെയിൽ ഫീമെയിലേക്ക് 10 ആക്കി. സോ നൗ our data is okay അല്ലേ? ഇനി നെക്സ്റ്റ് നമുക്ക് ചെയ്യാനുള്ളത് നമുക്ക് ഇപ്പം നമ്മുടെ ഡാറ്റ എങ്ങനെയാണ് ഇരിക്കുന്നത് ഒന്ന് വിഷ്വലൈസ് ചെയ്ത് നോക്കാം. ഓക്കെ, ബോക്സ് പ്ലോട്ട് എടുത്ത് നോക്കാം. ബോക്സ് പ്ലോട്ട് വിഷ്വലൈസിലുണ്ട്. ഡോട്ടഡ് ലൈനിനെ
combinations. Okay, what do you want to see? You can display over here. So, for example, total spend and frequency is one option. Okay. Now, see, as I told you, our data is not really ideal. That's why it's very scattered over. Our data red and blue and all that. Ideal situation is red താഴെയായിരിക്കും, മറ്റേത് മുകളിലായിരിക്കും. ഇനിയിപ്പം അതേപോലെ വേറെ ഇപ്പൊ ടോട്ടൽ സ്പെൻഡ് ആൻഡ് ഏജ് നോക്കിയെങ്കിൽ അങ്ങനെ ഫോർ പല പല കോമ്പിനേഷൻസിൽ നമുക്ക് ഡാറ്റ എടുത്ത് നോക്കാം. ഫ്രീക്വൻസി വരുമ്പോൾ അറ്റത്തൊരു ഒന്നും റെഡ് കാണാനില്ല. അതെങ്ങനെയാണ് കുട്ടിക്ക് വരിക? അത് വലുതാണ്. ഏത് ഇതോ? എന്നിട്ട് അയ്യോ ഓക്കെ, രണ്ടാമത് വന്നു. ഇതിപ്പോൾ ഏതാണെങ്കിൽ ടെന്യൂർ ആൻഡ് ഫ്രീക്വൻസി ആണ്. People above 55 are there in the company. The reds are less than 55 age. Okay. Age and frequency. Support tickets are it's a kind of support show. Now the customers are organization and support. Reds are all less. ഈ ഭാഗത്താണ് ടെന്യൂർ കുറവുള്ള ഭാഗത്താണ് ഈ പറഞ്ഞ ആൾക്കാർ വന്നിരിക്കുന്നത്. മറ്റുള്ളവർക്ക് it's showing positive sign. Okay. So red signifies that they've left the organization, and the blue signifies that they are still with the organization. So useful ആയിട്ടുള്ള എന്ത് projections വേണമെങ്കിലും നമുക്ക് സ്കാറ്റർ പ്ലോട്ടിൽ ചെയ്യാം. Now next is K means clustering. Okay. ഇനിയിപ്പോൾ നമുക്ക് നമ്മുടെ കസ്റ്റമേഴ്സിനെ 3 കാറ്റഗറി ഓർ 4 കാറ്റഗറി ആയിട്ട് ഡിവൈഡ് ചെയ്യണം. ദാറ്റ് ഈസ് ദ പീപ്പിൾ ഹു ആർ ദെയർ ദി കമ്പനി, അല്ലെങ്കിൽ പോവാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാർ, അല്ലെങ്കിൽ പോയ ആൾക്കാർ. കാറ്റഗറീസ് ആയിട്ട് ഡിവൈഡ് ചെയ്ത് നമുക്ക് അവരെ കുറിച്ച് ഇൻഫർമേഷൻ കിട്ടും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ലോയൽ ആയിട്ടുള്ള കസ്റ്റമേഴ്സ് ആണെങ്കിൽ നമുക്ക് ഇന്ന ആൾക്കാരാണെന്ന് ആ ഗ്രൂപ്പ് ഐഡന്റിഫൈ ചെയ്ത് മേബി നമുക്ക് അവരെ ഈ പറഞ്ഞ റീപെയിൻ ചെയ്യാനായിട്ട് വല്ല റിവാർഡ്സ് കൊടുക്കുക അല്ലെങ്കിൽ ഓഫേഴ്സ് കൊടുക്കുക. അപ്പം വി ക്യാൻ അതനുസരിച്ച് മൂവ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ലീവ് ചെയ്യാൻ പ്രോബബിലിറ്റി ഉള്ള ആൾക്കാർ കൂടുതൽ മേബി അവർക്ക് ആഡ്സ് സെൻഡ് ചെയ്ത് അല്ലെങ്കിൽ ഇതിന്റെ ഗുണങ്ങൾ പറഞ്ഞിട്ടുള്ള മെയിൽസ് സെൻഡ് ചെയ്യുക എന്താണെന്ന് വെച്ചാൽ. സോ ഫസ്റ്റ് നമുക്ക് അതിനെ കാറ്റഗറൈസ് ചെയ്യും. അതാണ് ഈ കെ മീൻസ് ക്ലസ്റ്ററിംഗിൽ നെക്സ്റ്റ് ചെയ്യാൻ പോകുന്നത്. CLR. Plus 7 ആണോ A ആണോ B ആണോ? 7 plus B ആണ് സെലക്ട് ചെയ്തത്. 7B. So K means is there in unsupervised segment. ഇല്ല. At SCMS. 7A. Unsupervised segment K means.
അത് കണ്ടിന്യൂൻസ് എന്നാണോ കൊടുക്കേണ്ടത് കണക്ഷൻ? പക്ഷെ ഇതെന്താ അതിൻ്റെ പറഞ്ഞത് പിന്നെ സെഗ്രിഗേറ്റ് കസ്റ്റമറിനാണ്. പക്ഷേ അത് കാണുന്നില്ല. ഇത് എങ്ങനെയാണ് ആഫ്റ്റർ ക്ലസ്റ്ററിങ് എങ്ങനെയാണ് ഇരിക്കുന്നത് നമുക്ക് കാണാൻ വേണ്ടി സ്കാറ്റർ പ്ലോട്ട് എടുക്കുകയോ ബോക്സ് പ്ലോട്ട് എടുത്ത് നോക്കിയാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റും. സോ ഇവിടെ ഞാൻ എടുത്തേക്കുന്ന സ്കാറ്റർ പ്ലോട്ടാണ്. ഇവിടെ കെ മീൻസിന് സ്കാറ്റർ പ്ലോട്ട് കൊടുക്കണം. വേറൊരു സ്കാറ്റർ പ്ലോട്ട് ഇതിന്റെ ബ്യൂട്ടി എന്താണെന്ന് വെച്ചാൽ ഇവരിപ്പോ ഈ കാറ്റഗറൈസ് ചെയ്യണത് they will figure out എന്തെങ്കിലുമൊക്കെ അസോസിയേഷൻസ് ഉണ്ടോ അല്ലെങ്കിൽ ക്ലസ്റ്ററിംഗ് ഉണ്ടോ അതിന്റെ ബേസിസിലാണ് അവർ ഇതിന് സെപ്പറേറ്റ് ക്ലസ്റ്റേഴ്സ് ആക്കുന്നത്. ഇതിൽ ഈ പറഞ്ഞ ഡാറ്റയെ കറക്റ്റ് ആയിട്ട് അനലൈസ് ചെയ്തിട്ട് അവർ തമ്മിൽ ഡാറ്റ തമ്മിൽ എന്തെങ്കിലും കണക്ഷൻസ് ഉണ്ടോ, അസോസിയേഷൻ റൂൾ ആണോ അല്ലെങ്കിൽ സിമിലർ ആയിട്ടുള്ള വാല്യൂസ് ആണോ, അതിന്റെ ബേസിസിൽ they will cluster into ഈ പറഞ്ഞ 3 കാറ്റഗറീസ്. ഓക്കെ, പക്ഷെ കെ മീൻസിന് സ്കാറ്റർ പ്ലോട്ട് പക്ഷേ രണ്ട് മേലി വേറെ ഏജ് അല്ല. ഓക്കെ ഓക്കെ ടെന്യൂർ ആൻഡ് സപ്പോർട്ട്. അത് ആ കെ മീൻസിന്ന് ഒരു സ്കാറ്റർ പ്ലോട്ട് വേറെ ഉണ്ടാക്കണം. എന്നിട്ട് നമ്മൾ കൊടുക്കുന്നതിനനുസരിച്ചിട്ടിരിക്കും ഈ ഫൈൻഡ് ഇൻഫോർമേറ്റീവ് പ്രൊജക്ഷൻസ് ക്ലിക്ക് ചെയ്തിട്ട് പല പല കോമ്പിനേഷൻസ് കൊടുത്താൽ പല പല വരും. ഇപ്പം മാം അവിടെ മനസ്സിലായോ? മാം അവിടെ എന്താ കൊടുത്തിരുന്നത് എനിക്ക് വായിക്കാൻ പറ്റുന്നില്ല. ആ ടിക്കറ്റ്സും ടെന്യൂറാണ്. സപ്പോർട്ട് ടിക്കറ്റ്സ് മാം ഇവിടെ കൊടുത്തിരിക്കുന്നത് സെഗ്മെന്റ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. സെഗ്മെന്റ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ കൂടുതൽ റിലേഷൻഷിപ്പ് നമുക്ക് കിട്ടും. ആ സപ്പോർട്ട് ടിക്കറ്റ്സിന് മുകളിൽ എന്താ സാറേ വായിക്കാൻ പറ്റില്ല.
ടോട്ടൽ സ്പെൻഡ് അപ്പോൾ നമ്മൾ മൂന്നെണ്ണായിട്ട് ക്ലസ്റ്റർ ചെയ്തൊന്ന് പറഞ്ഞു ആട്രിബ്യൂട്ട്സിൻ്റെ അവിടെ കളറിൻ്റെ അവിടെ ക്ലസ്റ്റർ ഇൻസ്റ്റെഡ് ഓഫ് ഈസ്റ്റർ അവിടെ ക്ലസ്റ്റർ കൊടുത്ത അവിടെ എന്ത് കോമ്പിനേഷൻ കൊടുത്തേക്കണം സപ്പോർട്ടിംഗ് അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് വൺ കളറിൻ്റെ ക്ലസ്റ്റർ അപ്പോൾ ഈ ആദ്യം നമ്മൾ ക്ലസ്റ്റർ ചെയ്ത സാധനങ്ങൾ ഡിഫറെൻറ്റ് കളേഴ്സ് ആയിട്ട് 3 ക്ലസ്റ്റർ അല്ല അത് ആദ്യം അവർ ഗ്രൂപ്പ് ചെയ്തല്ലോ എന്നിട്ട് പിന്നെ ഒന്നും കൂടെ വിഷ്വലൈസ് ചെയ്യാം പക്ഷേ ഇങ്ങനെ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് അല്ലേ നമ്മുടെ ഡേറ്റാ സെറ്റ് പഠിച്ചതാണോ ഞാൻ ആക്ച്വലി ഒരു ഇത് അറ്റൻഡ് ചെയ്തായിരുന്നു ക്യൂസാറ്റിൻ്റെ ഇതുപോലെയൊക്കെ വരച്ച് പക്ഷെ ഒന്നും ഓർമ്മയില്ല നമ്മളത് യൂസ് ചെയ്തില്ലല്ലോ കഷ്ടമായിപ്പോയി ഞാനൊക്കെ ഉണ്ടാക്കിയത് എനിക്ക് ഓർമ്മയുണ്ട് ഓൺലൈനിൽ നന്നായി ചെയ്യുമ്പോൾ പക്ഷേ മാം അവർ തരുന്ന ഡേറ്റ സെറ്റ് വെച്ച് ചെയ്യാൻ പറ്റും പക്ഷേ നമ്മളത് ഇങ്ങനെ വേറെ ഒന്നിലും അത് യൂസ് ചെയ്യാൻ പറ്റില്ല അതാണ് ഒരു കുഴപ്പമല്ലേ അത് എല്ലാം ഇങ്ങനത്തെ അതിപ്പോൾ നമ്മൾ നോർമലി അറ്റ്ലീസ്റ്റ് ഈ പിള്ളേർ കൊണ്ടുവരുന്ന പ്രൊജക്റ്റിനെങ്കിലും ഈ ലെവലിലേക്ക് ഒന്ന് വിഷ്വലൈസ് ചെയ്യിപ്പിച്ചിട്ട് ചെയ്യിപ്പിക്കാൻ പറ്റിയല്ലേ നമ്മൾ വേറൊരു ലെവലിലേക്ക് പോകുന്നത് അല്ലെങ്കിൽ എല്ലാം പഴയ തന്നെയാണ് നമ്മളിപ്പോൾ എത്രയായിട്ട് ചെയ്യുന്നത് നമ്മുടെ ഡാറ്റ
Fill out plot. Visualize ഒരു fill out എന്ന് പറഞ്ഞൊരു സാധനം. Categories ആയിട്ട് വരണം. Overlapping ഒന്നുമില്ല കാര്യമായിട്ട്. So കുഴപ്പമില്ല. Proper cluster നടക്കുന്നത് കാണിക്കാൻ വേണ്ടി മാത്രമാണ്. അത് ഏതായിട്ട് കണക്ട് ചെയ്യേണ്ടത്? KME-ന്ന് വെച്ചിട്ട് കണക്ട് ചെയ്യണം. KME-നോട് കണക്ട് ചെയ്യണം. എന്താ what does it mean? ഒരു വര വന്നു. നമ്മൾ ക്ലസ്റ്റർ ചെയ്തു 3 ഗ്രൂപ്പ്സ് ആണ്. ഇനി ഇത് കഴിഞ്ഞിട്ട് നമ്മൾ പ്രിഡിക്റ്റ് ചെയ്യണം ആരൊക്കെ നമുക്ക് ഇന്ന് പോകാം. ഓക്കെ, ആ ക്ലാസിഫിക്കേഷൻ ചെയ്യാനായിട്ട് ലോജിസ്റ്റിക് റിഗ്രഷനും റാൻഡം ഫോറസ്റ്റും നമുക്ക് യൂസ് ചെയ്യാം. സോ ലോജിസ്റ്റിക് റിഗ്രഷൻ അതിൽ കാണിച്ചു തരാം. ഓറഞ്ച് ട്രീയിൽ ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെ ഒരു കർവ് കിട്ടും. ഓക്കെ, സോ ഇഫ് യുവർ കർവ് ഇസ് ഹയർ മീൻസ് ഇറ്റ്സ് എ ഗുഡ് പ്രിഡിക്ഷൻ. ഓക്കെ, ദാറ്റ് ഈസ് ഈ പറഞ്ഞ ഈ സൈഡിലുള്ള ആൾക്കാർ നോട്ട് ഷുവർ, ഇപ്പോഴത്തെ ആൾക്കാർ പോയി എന്നുള്ള ഒരു പ്രിഡിക്ഷൻ ആണ് അവർ ചെയ്യുന്നത്. എന്നിട്ട് ഇത് ആക്യുറേറ്റ് ആണോ എന്ന് നോക്കാം. ദാറ്റ് ഈസ് ഈ പ്രിഡിക്ഷൻ ആക്യുറേറ്റ് ആണോ എന്ന് അറിയാൻ വേണ്ടിയാണ് നെക്സ്റ്റ് സ്റ്റെപ്പ് നമ്മൾ ടെസ്റ്റ് ആൻഡ് സ്കോർ ഓർ ROC കർവ്. ഇതിൽ ഏതെങ്കിലും ഒരു ടെസ്റ്റ് ചെയ്താൽ മതി. സോ ഫസ്റ്റ് വാട്ട് വി ഡിഡ് ഈസ് വി മെയ്ഡ് ഇറ്റ് ഇൻടു ക്ലസ്റ്റേഴ്സ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ആ ക്ലസ്റ്റേഴ്സ് ബേസ് ചെയ്ത് പ്രിഡിക്ഷൻ ചെയ്യണം. ഇതിന്ന് ഇനി ആരൊക്കെ പോകാം. ഓക്കെ, ആ പ്രിഡിക്ഷൻ ആക്യുറേറ്റ് ആണോ എന്ന് അറിയാൻ വേണ്ടിയുള്ള നെക്സ്റ്റ് സ്റ്റെപ്പ് ആണ് ഈ പറയുന്ന ടെസ്റ്റ്. സോ that's an evaluation of your model. So finally, if you see again ROC curve, if you get a higher curve, that means our model is good. It gives a good prediction. That is നമ്മൾ ഇത്ര പേര് പോകുമെന്ന് പറഞ്ഞത് കറക്റ്റ് ആണ്. It is close to accurate value. അപ്പോൾ that is what we are trying to work. ഇപ്പോൾ ഇതിനെ നമുക്ക് ലാസ്റ്റ് മനസ്സിലാക്കാം ലോയൽ കസ്റ്റമേഴ്സ് ആരൊക്കെ പോകാം. ഓക്കെ, അല്ലെങ്കിൽ ഇത്രയും ആൾക്കാർ പോകുന്നുണ്ടെങ്കിൽ അത് എന്താണ് റീസൺ നമുക്ക് വർക്ക്ഔട്ട് ചെയ്യാം. അഗൈൻ ഇഫ് വി സി നമ്മളൊരു നല്ല പ്രോബബിലിറ്റി ഓഫ് പീപ്പിൾ ലീവ് ചെയ്യാൻ ചാൻസ് ഉണ്ട്, നമുക്ക് അങ്ങനത്തെ ഒരു ഇൻസൈറ്റ് ആണ് കിട്ടുന്നതെങ്കിൽ നമുക്ക് നമ്മുടെ ഓർഗനൈസേഷനിൽ വർക്ക്ഔട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ ദീസ് ആർ ദ 3 സെഗ്മെന്റ്സ്. ഇപ്പൊ ഹൈ വാല്യൂ ലീവ് ചെയ്യാത്ത ആൾക്കാർ നമുക്ക് ഈ പറഞ്ഞ പോലെ മേ ബി പറഞ്ഞ പോലെ ഓഫേഴ്സും കാര്യങ്ങളൊക്കെ വെച്ച് റിവാർഡ്സ് കൊടുക്കാം. അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ സെഗ്മെന്റ് ബി കംപ്ലയിൻസ് ഉണ്ടെങ്കിൽ നമുക്കത് ഇംപ്രൂവ് ചെയ്യാം, അവരെ റീറ്റെയിൻ ചെയ്യാൻ വേണ്ടി, പോകാണ്ടിരിക്കാൻ വേണ്ടി. സെഗ്മെന്റ് സി അവർ പോകുന്ന ഒപ്പമുള്ള ആൾക്കാരാണെങ്കിൽ വി ഹാവ് ടു കീപ് ദം ഇൻ കോൺടാക്ട്. നമ്മൾ അവരെ വിളിച്ച് എന്തെങ്കിലും ഓഫേഴ്സ് ഉണ്ടെങ്കിൽ അവർ പോകുമ്പോൾ നമുക്ക് ഏകദേശം കീപ് ദം വിത്ത് us. അപ്പോൾ that is how we go about this. Okay, so this is like first of all we നമ്മൾ കസ്റ്റമർ ഡാറ്റ ഉണ്ടെങ്കിൽ അത് സ്കാൻ ചെയ്യുക, പാറ്റേൺസ് കണ്ടുപിടിക്കുക. അതായത് ഫസ്റ്റ് ക്ലസ്റ്ററിംഗിൽ നമ്മൾ ചെയ്തത്. അത് കഴിഞ്ഞിട്ട് നമ്മളൊരു മോഡൽ ഉണ്ടാക്കും. മോഡലിൽ നമ്മൾ ആരൊക്കെയാണ് അറ്റ് റിസ്ക് അല്ലെങ്കിൽ ആരൊക്കെ പോകാൻ ചാൻസ് ഉണ്ട് എന്നുള്ളത് നമ്മൾ കണ്ടുപിടിക്കും. അത് കഴിഞ്ഞിട്ട് നമുക്ക് അതിനെ ബേസ് ചെയ്ത് സ്ട്രാറ്റജീസ് ഡെവലപ്പ് ചെയ്യാം. ഓക്കെ, സോ ദിസ് ഇസ് ഫോർ ഡിസിഷൻ മേക്കിംഗ്, ഡിസിഷൻ സയൻസ്. അല്ലാണ്ട് റിസർച്ച് പേപ്പേഴ്സിന് എത്രത്തോളം നിങ്ങൾക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് അറിയില്ല. കാരണം പേപ്പേഴ്സിൽ ഞാൻ അധികം കണ്ടിട്ടില്ല ഓറഞ്ച് 3. സോ ഇങ്ങനത്തെ റിയൽ ലൈഫ് ബിസിനസ് ഡിസിഷൻ മേക്കിങ്ങിനൊക്കെ ദിസ് ഇസ് ഓക്കെ. അല്ലാണ്ട് പേപ്പർ വൈസ് ഐ ഡോണ്ട് നോ ഹൗ മച്ച് ഇറ്റ് വിൽ ബി യൂസ്ഫുൾ. കാരണം കുറച്ച് പേരോട് ചോദിച്ചു. ലോജിസ്റ്റിക് റിഗ്രഷനും അതൊക്കെ ഒന്ന് ജസ്റ്റ്
റിഗ്രഷൻ ചെയ്യും. ഇനി ഇവരുടെ അവിടുത്തെ കുട്ടികളിലായിട്ട് ഇങ്ങനെ ആക്കി വെച്ചു. മെഷീൻ ലേണിംഗ് വെച്ചിട്ട് അതിനെ കാറ്റഗറൈസ് ചെയ്തു. ഇനീഷ്യലി നമുക്ക് എന്തെങ്കിലും ഒരു ഡാറ്റ ഫില്ലിംഗ് ഒന്നും ഇല്ലെങ്കിൽ നമ്മൾ ഇൻക്ലൂഡ് യൂസ് ചെയ്ത് അതിനെ ഫില്ല് ചെയ്തു. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ പറഞ്ഞ വൺ വാട്ട് എൻകോഡിംഗ് വെച്ചിട്ട് മെയിൻ ഫീമെയിലിനെ കൺവേർട്ട് ചെയ്ത് ഡാറ്റ ക്ലീനിങ് കഴിഞ്ഞിട്ട് നമ്മൾ അതിനെ ക്ലസ്റ്റർ ചെയ്യും. ക്ലസ്റ്റർ ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് 3 കാറ്റഗറീസ് കിട്ടുമ്പോൾ ബേസ്ഡ് ഓൺ ദാറ്റ് നമുക്ക് അതിൽ ഇൻസൈറ്റ്സ് ഗ്യാദർ ചെയ്യാൻ പറ്റണം. ഒരു പ്രോപ്പർ ഡാറ്റ ഉണ്ടെങ്കിൽ അത് വെച്ച് ചെയ്യാൻ പറ്റും. ദിസ് ഇസ് എ റാൻഡം ഡാറ്റ. അപ്പോൾ നമ്മളിപ്പോൾ ഒരു സൂപ്പർ മാർക്കറ്റ്സിനൊക്കെ പ്രോപ്പറായിട്ട് കണക്ട് ചെയ്യണമെങ്കിൽ നമുക്ക് കിട്ടും. 3 കാറ്റഗറിയായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് നമുക്ക് ആൾക്കാരെ തിരിച്ചു വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഇന്ന ആൾക്കാരെ ലോയൽ കസ്റ്റമേഴ്സ് ആണ്, ഇന്ന ആൾക്കാരെ പോകാൻ ചാൻസ് ഉണ്ട്, ഇന്ന ആൾക്കാർക്ക് നമ്മൾ ചിലപ്പോൾ കുറച്ചും കൂടി ഓഫേഴ്സ് ഒക്കെ കൊടുത്ത് അവർ നമ്മളോട് കിട്ടും. അതേപോലെ തന്നെ എംപ്ലോയീസ് ഓർഗനൈസേഷനിലാണെങ്കിലും അവരുടെ എത്രത്തോളം അവർ ഡാറ്റ വെച്ചിട്ട് അവർ ചിലപ്പോൾ ഓർഗനൈസേഷൻ കീപ്പ് ചെയ്യാൻ ചാൻസ് ഉണ്ടോ, ഓർ ഷുഡ് ബി ഗിവ് ബെറ്റർ ഓഫേഴ്സ്. എങ്ങനെയാണ് ലോയൽ എംപ്ലോയീസ് ആണോ കാറ്റഗറൈസ് ചെയ്യാം ആൻഡ് ദെൻ മെയിൻ ഇൻസൈറ്റ്സ്. ഇവിടെ ഇപ്പോൾ കസ്റ്റമേഴ്സ് ലീവ് ചെയ്യേണ്ടായിരുന്നു നമ്മുടെ ടാർഗറ്റ് സിഗ്നലിൽ whatever is your target വേരിയബിൾ അതനുസരിച്ച് അത് സെറ്റ് ചെയ്യും. വിഷ്വലൈസേഷൻ ടൂള് ഏതെങ്കിലും ഒരെണ്ണം വെച്ചിട്ട് കാണിക്കണം. പക്ഷെ സ്കാറ്റർ പ്ലോട്ട് എടുത്തിട്ടൊന്നും കിട്ടണില്ല അല്ലേ? അതൊന്നും ഞാൻ നോക്കിയിട്ട് പറയാം. റിഗ്രഷൻ മറ്റേ പേയ്മെൻറ്റ്സുമായിട്ടാണോ കണക്ട് ചെയ്തത് എന്നിട്ട് സ്കാറ്റർ പ്ലോട്ട് ചെയ്തത്? ലോജിസ്റ്റിക് റിഗ്രഷൻ കെ മീൻസിലാണ് ആദ്യം വരുന്നത്. എന്നിട്ട് അതിൽ നിന്ന് സ്കാറ്റർ പ്ലോട്ട് വരുന്നില്ലേ? അതിന്
ഇങ്ങനെ വന്നു അതിൻ്റെ ഈ ഗ്രൂപ്പിംഗ് കസ്റ്റമർ ചെയ്യുമ്പോൾ വരെ അല്ലേ കളർ ഈ രണ്ട് കളർ ചെയ്യുമായിരുന്നു അല്ലേ കളറിലല്ലേ വരുന്നത് പക്ഷെ വന്നില്ലല്ലോ മൂന്ന് കളർ വന്നു ഇവിടെ ക്ലസ്റ്റർ അപ്പോൾ വന്നിട്ടുണ്ട് അല്ലേ ഞാൻ ലീനിയർ KVS തന്നെ പക്ഷേ അതിപ്പോൾ എന്താ വിഷ്വലൈസ് ചെയ്യാൻ എനിക്കറിയില്ല റിക്രിയേഷൻ എന്ന് പറഞ്ഞാൽ അത് നമ്മളെന്ത് വ്യത്യാസം വിഷ്വൽ റെപ്രസെന്റേഷൻ ഇല്ലാന്നുള്ളൂ.
ഇതായിട്ടുണ്ട് ഇപ്പോൾ. ആ ലോജിസ്റ്റിക്സിൽ എങ്ങനെ വിഷ്വലൈസ് ചെയ്ത് അല്ല, പക്ഷെ അതാണ് വിഷ്വൽ റെപ്രസെൻറ്റേഷൻ മഞ്ഞില്ല ഇതിൽ. അല്ല, ഇതിപ്പം മാം ഇത്രത്തോളം കറക്റ്റാണ്. ഇൻഫർ ചെയ്യുന്നതിന് നമുക്ക് ഗ്രാഫ് വെച്ച് കണ്ടാലാണ് മനസ്സിലാവും. സോ ഇതിപ്പോൾ ഒരു എന്താ പറയുക ട്രാൻസ്ഫോർമേഷൻ വിജിറ്റാണ് നമ്മൾ യൂസ് ചെയ്തത്. ഈ വിഷ്വലൈസേഷൻ വെച്ച് ഇതിലോട്ട് കണക്ട് ചെയ്താൽ വരും. അത് ഈ വിഷ്വലൈസേഷൻ ഇവിടെയല്ലേ മാം? ചെയ്തിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു. ഞാൻ വിഷു മാമിൻ്റെ കഴിഞ്ഞിട്ട് മാം ഒന്ന് ഒരു 5 മിനിറ്റ് കൂടെ ഒന്ന് ഫീ വന്നോളൂ കഴിഞ്ഞിട്ട് അപ്പോഴത്തേക്ക് ഞാൻ അവിടെ എന്ത് വ്യത്യാസമാണെന്ന് നമുക്ക് എങ്ങനെ അറിയാം? ലോജിസ്റ്റിക്സ് ആണ് ചെയ്യാൻ പറ്റത്തുള്ളൂ, ലീനിയർ ചെയ്യാൻ പറ്റത്തില്ല. ലോജിസ്റ്റിക് അതിൻ്റെ വ്യൂ ചെയ്യാനുള്ളത് വിഷ്വലൈസേഷൻ പക്ഷേ ലോജിസ്റ്റിക്സ് മറ്റേ സ്കാറ്റർ പ്ലോട്ട് ഇട്ടപ്പോൾ വരുന്നുണ്ട്. അതും പക്ഷെ നമുക്ക് ക്ലിയർ ആണ്. അല്ല അത് ഇനാക്റ്റീവ് അത് ചിലപ്പോൾ ഇതുണ്ടാവും. റീകാൽക്കുലേറ്റ് ചെയ്യണം, അപ്ഡേറ്റ് ചെയ്യണം. ലിംബേസ് അല്ലേ ക്ലാസ് പാർട്ടിസിപ്പേഷൻ Thank you.
അതിപ്പോൾ ഈ ക്ലസ്റ്റേഴ്സ് മൂന്നായിട്ടാണ് തിരിച്ചേക്കുന്നത് ഒന്നും ലൈക്ലി ഏറ്റവും മോസ്റ്റ് ലൈക്ലി ടു പക്ഷെ അതിൽ ഇപ്പോൾ ഭയങ്കര ഹാപ്പസാർഡായിട്ടാണ് പക്ഷെ പ്രോപ്പറായിട്ട് എനിക്ക് 3 ക്ലസ്റ്റേഴ്സ് ആയിട്ട് കാണാൻ പിന്നെ ഇതിലും നമുക്ക് ആ ഡോട്ട് വെച്ച് മനസ്സിലാവും ഇങ്ങനെ ആൾക്കാരാണ് ലൈക്ലി ടു ലീവ് പ്രോബബിലിറ്റി വെച്ചിട്ട് ഇതല്ല അല്ല എന്ത് അല്ല പഠനങ്ങളല്ലേ വരാം